നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് എന്തോ പിന്നെ തള്ള വൈബ്, ആന്റി വൈബ്, മുത്തശ്ശി വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. പക്ഷേ നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്കതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? എന്താണോ കാര്യം? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? തുണി പറിച്ച് അങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം എന്ന്. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നേ? നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കണം. അതിന്റെ അർത്ഥം ഉടനെ ചട്ടിയും പാടി ഇട്ടോണ്ട് വരിക എന്നല്ല. നിങ്ങൾ സ്വാതന്ത്ര്യം എന്നെ എന്തിനാണ് ഇങ്ങനെ വക്രീകരിക്കുന്നത്? എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ആ ഒരു മാനസിക പ്രയാസം കൊണ്ടായിരിക്കും കൃത്യമായ വാക്കുകൾ വരാത്ത. ഞാൻ കൃത്യമായി പറയാം. ഉദാഹരണം, അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ലൈഫ് എൻജോയ്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്, ഒരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധിയടയുന്ന ഓരോ IAS വിളിപ്പിന്റെയും റോഡ് അത് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? നീയാണല്ലോ കോടതി. ഓടാമയില് നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കാണാൻ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ശ്രീലക്ഷ്മി അറക്കിൽ ഇന്നലെ മെനങ്ങാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരും, ആ സമയത്ത് ഏവനെങ്കിലും കയറിയാൽ മതി. അവളെ അമ്മയും അതും അതാണ്, അവർക്ക് അതാണ് താല്പര്യം. ഞങ്ങൾക്ക് ആർക്കും ആ താല്പര്യമില്ല. ഞാൻ എന്ന വ്യക്തി, ഷെഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള നിലപാടുകളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ഒരു സഹോദരിയാണ്, ഞാനൊരു മകളാണ്, ഇതിനേക്കാൾ ഉപരി ഞാൻ സ്ത്രീയാണ്. ഇതൊരു ശരീരമാണ്, ഇത് എന്റേതായ യൂട്ടിലിറ്റിക്ക് ഞാൻ വെച്ചിരിക്കുന്ന എന്റെ ശരീരഭാഗങ്ങളാണ്. വല്ലവന് നോക്കി വെള്ളം വാർക്കാൻ ഒരുത്തരുടെ സുഖത്തിന് വേണ്ടി മറ്റൊരാൾ കിടന്നു കൊടുക്കുന്ന ഒരു ടേമുണ്ട് ഇവിടെ. അതല്ല എന്നും ആ സുഖം എന്റെയും കൂടെ അവകാശമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് ഫെമിനിസം ജയിക്കുന്നത്. മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? നിന്നെപ്പോലെ തന്നെയാ ഇത്രയും കുറെ ഇട്ട് തുള്ളിക്കളിക്കുന്ന നീയൊക്കെ എന്താണ് പറയണേന്ന് അറിയാമോ? പച്ച മലയാളത്തിൽ പറയാം, എന്റെയിലുണ്ട് ഇതൊക്കെ. തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ? മഞ്ജു പിള്ള വളർത്തിയ മകളെ നീ അതാണോ?